ഒന്നാം വർഷ വിദ്യാർത്ഥികളായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമ്മുടെ SH കലാലയത്തിൻ്റെ ഓഫീസിലേക്ക് സ്വാഗതം. ഒന്ന് രണ്ട് ചെറിയ നിർദ്ദേശങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓഫീസിലേക്ക് കടന്നു വരുവാൻ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓഫീസിലേക്ക് കടന്നു വരുവാനായിട്ട് അവസരമുണ്ട്. നിങ്ങളുടെ ഇൻ്റർവെൽ സമയങ്ങളിലും രാവിലെയും വൈകിട്ട് ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് കടന്നു വരാം. ഓഫീസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പേന കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. അതൊരു ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, 3 ദിവസത്തിലധികം നിങ്ങൾ അടുപ്പിച്ച് ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ കോളേജിൻ്റെ ഓഫീസിലേക്ക് അറിയിക്കേണ്ടതാണ്. നിർബന്ധമായിട്ട് അറിയിക്കണം. ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുന്നത് പോലെ തന്നെ ഓഫീസിലും നിങ്ങളത് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസെഷൻ കാർഡ്, അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ്സ്, ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് നിങ്ങൾ രാവിലെയുള്ള ടൈമിൽ ഇവിടെ വന്ന് ഞങ്ങളെ ഓഫീസിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്തത് ആവശ്യമുള്ള സാധനങ്ങളാണ് തിരിച്ച് നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്തും സൈൻ ചെയ്തെല്ലാം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതാണ്. ഇനി ഉച്ചതിരിഞ്ഞാണ് കൊണ്ടുവരുന്നതല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് സർട്ടിഫിക്കറ്റ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമാണോ അതിനുള്ള റിക്വസ്റ്റ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് എഴുതി തരണം. ആ റിക്വസ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾക്കതിൻ്റെ റിപ്ലൈ ലഭിക്കുക. പിന്നെ ഫീസ് അടയ്ക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വർഷത്തിൻ്റെയും ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, സെക്കൻഡ് ഇയറിലാകുമ്പോൾ ഓരോ വർഷത്തിൻ്റെയും ആദ്യത്തെ എയ്ഡഡ് കുട്ടികളോട് പറയാനുള്ള കാര്യമാണ്, ആദ്യത്തെ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഫീസ് അടച്ചിരിക്കണം. എയ്ഡഡ് കുട്ടികളെന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഈ വിഷയങ്ങളിലെ കുട്ടികൾ ഫീസ് അടയ്ക്കുന്നവർ ജൂൺ മാസത്തിൽ ആദ്യത്തെ ഫസ്റ്റ് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. സെൽഫ് ഫൈനാൻസിങ് കോഴ്സിൽ BCom, CA, BCom, ഫിനാൻസ്, BSc മാത്തമാറ്റിക്സ് ഈ കുട്ടികൾ ജൂൺ 30-ന് മുമ്പാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾക്ക് സൈൻ കിട്ടേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് പോകാവൂ. അത് ഓഫീസിൽ വന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് സൈൻ ചെയ്ത് കിട്ടേണ്ട സാധനങ്ങളാണെങ്കിൽ അതെല്ലാം സൈൻ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. അപ്പോൾ ഓഫീസിൽ വന്ന് പറഞ്ഞതിന് ശേഷം സിസ്റ്ററെ കാണാൻ പോകുന്നതാണ് കൂടുതൽ സൗകര്യമായി. ഈ സിസ്റ്ററിൻ്റെ അത് വളരെ തിരക്കുള്ള സമയമൊക്കെയാണ്, ഈ സിസ്റ്ററെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ഓഫീസിൽ അറിയിച്ചതിന് ശേഷം മാത്രമേ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പ്രിൻസിപ്പലിനെ കാണാനായിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് അനുവാദമുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ കോളേജ് തുറന്ന് കോളേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓഫീസിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. Being a Catholic institution, we are giving utmost importance to the programs that helps to inculcate Christian values in our students. As a part of it, every Friday, we all the Sacred Heartians will gather in front of the Holy Sacrament for adoration. And for the non-Catholics, we will arrange a value education class in the same time. The Holy Mass offered in every month on special occasions is the strength behind all our achievements. For the spiritual empowerment of the students, every year we are arranging a 1-week retreat program for the Catholics and value orientation programs for the non-Catholics. The feast related to our college, especially the Feast of Sacred Heart of Jesus, Feast of Saint Alphonsa, Christmas, Rosary Procession, etc., we will celebrate in a grand manner with variety of programs. Thus, here in our college, we have an atmosphere for the overall development of a student. In addition to the academic and intellectual growth, the spiritual empowerment is also achieved for the bright future of the student. So, all are welcome to the Sacred Heart of Jesus, and I offer all of you for the protection of Sacred Heart of Jesus. Hello, dear freshers.
Hearty welcome to Sacred Heart College family. I am Dr. Sister A. Princey Andrew, Assistant Professor, Department of English and the Vice Principal of the college. I am here to tell you about the grievance redressal cell of our college. The grievance redressal cell deals with grievances and complaints of the student community. It looks into the complaints lodged by any student. It even looks into matters of harassment. You can speak up your grievances, concerns of any kind, to your class teacher or to the head of the department or to the principal, and necessary actions will be taken upon that. In case any student is unwilling to appear in person, grievances may be dropped in writing at the suggestion box kept on the second floor of our college. It will be taken out by the entrusted staff of the college periodically, and the concerns will be addressed by the principal. During this pandemic period, since you cannot come to college and use the facility of suggestion box, you can send your grievances to the mail ID of our principal, principal@shcollegecky@gmail.com. This much about grievance redressal cell. Thank you for listening. മനസ്സു നന്നാവട്ടെ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കലാലയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു സംഘടനയായിരിക്കുമല്ലോ നാഷണൽ സർവീസ് സ്കീം NSS. നിങ്ങളിൽ പലരും സ്കൂൾ കാലഘട്ടത്തിൽ മികച്ച NSS വോളണ്ടിയേഴ്സായി സേവനം ചെയ്തവരാകുമല്ലോ. അതിനാൽ തന്നെ NSSനെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പരിചയപ്പെടുത്താം. ഇന്ത്യയിൽ യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് നാഷണൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്നത്. സാമൂഹിക സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം ലക്ഷ്യമാക്കി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ചലനാത്മകവുമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് നാഷണൽ സർവീസ് സ്കീം. വിദ്യാർത്ഥികളിൽ അന്തർലീനമായ സർഗവാസനകളെ ക്രിയാത്മകമായ മേഖലയിലേക്ക് തിരിച്ചുവിടാനും സ്വയം സംരംഭക പരിപാടികളെ പരിചയപ്പെടുത്തുന്നതിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പ്രേരിപ്പിക്കുവാനും NSS സഹായിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഇടയിൽ സേവന സന്നദ്ധത വളർത്താനായാണ് ഈ സംഘടന 1969 ആരംഭിച്ചത്. നോട്ട് മീ ബട്ട് യു എന്ന മനോഹരമായ ആപ്തവാക്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഈ സംഘടന സെപ്റ്റംബർ 24 NSS ദിനമായി ആചരിക്കുന്നത്. കോളേജ് തലത്തിൽ 1-2 വർഷ വിദ്യാർത്ഥിനികൾക്കാണ് NSS പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നത്. ദേശീയ പുനർനിർമ്മാണത്തിൻ്റെയും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളുടെയും അനുഭവങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് പകരാനായി NSS പ്രവർത്തനങ്ങൾ ഉപകരിക്കുന്നു. ഒരു NSS വോളണ്ടിയർ 2 വർഷം കൊണ്ട് 240 മണിക്കൂർ സാമൂഹ്യ സേവനം ചെയ്യേണ്ടതുണ്ട്. ആവശ്യമായ 240 മണിക്കൂർ സേവനം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് NSS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. NSS പ്രവർത്തനം കൊണ്ട് ഗ്രേസ് മാർക്കിനും അർഹത ലഭിക്കുന്നതാണ്. ഗാന്ധിയൻ ദർശനങ്ങളുടെ അന്തസത്തയാണ് NSS പ്രവർത്തനങ്ങളുടെ ആത്മാവ്. NSS ഒരു ക്ലീനിങ് സേനയല്ല. സന്നദ്ധ പ്രവർത്തനം NSS പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതും NSSൻ്റെ ഉദ്ദേശങ്ങളിലൊന്നാണ്. NSSൽ അംഗമാകേണ്ടതിന് കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസേഴ്സായ സ്മിന MB, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി, ഡോക്ടർ ലൈന AL, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി എന്നിവരെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ടാവും. അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക.
സേവന മനോഭാവമുള്ള ഏവരെയും ഈ NSS സ്കീം നാഷണൽ സർവീസ് സ്കീമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ. Hello, new buds of Sacred Heart College, Chalakudi. Let's get introduced to the activities of Women's Cell. എന്തിനാണ് വിമൻ സെൽ എന്നുള്ളതാണ് ആദ്യം ആൻസർ ചെയ്യപ്പെടേണ്ട ക്വസ്റ്റ്യൻ. എല്ലാ യൂണിവേഴ്സിറ്റീസും അവരുടെ അഫിലിയേറ്റഡ് കോളേജസിൽ വിമൻ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നു. These are the visions with which women cell of each colleges work on. Women cell play an important role in voicing opinions on important matters that affect the daily life of women students. They provide a platform where students can comfortably participate and share their views. They actively promote gender equality. നമ്മുടെ ഇത് ഒരു സെഗ്രിഗേറ്റഡ് കോളേജാണ്, കോഎഡ്യൂക്കേഷണൽ കോളേജ് അല്ല. അതിന്റെ പ്രത്യേകതകളോടുകൂടി തന്നെ നമ്മുടെ കോളേജിലെ എല്ലാ ആക്ടിവിറ്റീസും വിമൻ സെല്ലുമായി ഓട്ടോമാറ്റിക്കലി ലിങ്ക്ഡ് ആണ്. ജെൻഡർ ഇക്വാലിറ്റി പോലുള്ള വിഷയങ്ങൾ വളരെ ബ്രോഡർ സെൻസിൽ നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് തിങ്ക് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ആഡഡ് ക്വാളിറ്റി വിച്ച് യു ഗെറ്റ് ഇൻ ആൻ സെഗ്രിഗേറ്റഡ് കോളേജ്. നമ്മൾ SHCയിൽ വിമൻ സെൽ പ്രവർത്തിക്കുന്നത് ഈ മോട്ടോകളോട് കൂടിയാണ്. ദ വുമൻ സെൽ SSC was started with the aim of empowering and orienting women to recognize their true potential and to help them attain their own stand in competing world. Its goal is the overall development of Secretarians in all spheres of their life. It also helps in creating awareness about important issues related to women and provide us a forum for discussion and deliberation on a range of issues from empowerment to environment. നമ്മുടെ കോളേജിലെ വിമൻ സെൽ ഈ ഒരു മോട്ടോ അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ടാലൻസ്, അതിന് കൂടുതൽ എക്സ്പോഷർ കൊടുക്കുകയാണ് ഇവിടുത്തെ വുമൻ സെല്ലിന്റെ മെയിൻ ഉദ്ദേശവും കടമയും. കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങാതെ പോയ എൻ്റെ ഒരു വലിയൊരു ഡ്രീം ആയിരുന്നു ഡിബേറ്റ് ക്ലബ്ബ് പോലുള്ള ആശയങ്ങൾ. കുറച്ചുകൂടി ഈ വർഷം പുതിയ താരങ്ങളുടെ കടന്നുവരവോടുകൂടി നമ്മുടെ ഡിബേറ്റ് ക്ലബ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ്ലി പ്രൊമോട്ട് ചെയ്യപ്പെടണം. നമുക്ക് കുറെ കൂടി ചിന്തിച്ച് കുറെ കൂടി ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളർന്നു വരാനായി ഒരുമിച്ച് ശ്രമിക്കാം. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ഡ്രീംസും ഇവിടെ നിന്നും ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ആർജവവും നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. Women's Cell seeks to mold the young women force in campus to achieve thriving milestones of success in their life. It also seeks to empower young women to attain emotional, physical, and mental freedom to withstand the changing phases throughout their life. Women's Cell functions with the added aim to enhance self-esteem of young women and empower them in taking pertinent decisions. Decision making എല്ലാ വിമന്റെ ലൈഫിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ തിങ്കിങ് പവർ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ ഓട്ടോമാറ്റിക്കലി ഡെവലപ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുള്ള എല്ലാ പ്ലാറ്റ്ഫോമും SHC നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോംസ് എല്ലാം നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയി ഉപയോഗിച്ചാൽ മാത്രം മതി. Important objectives of Women's Cell includes giving career guidance, functioning of counseling centers, conducting health awareness classes, arranging classes about community living, giving them hand-on training on farming and social work. Okay, career guidance നമ്മുടെ കോളേജിൽ ഓൾറെഡി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പോൾ നിങ്ങൾക്ക് കരിയർ ഗൈഡൻസുകൾ തന്നിട്ടുണ്ടാകും.
നമ്മളുടെ കോളേജിൽ ആക്റ്റീവ്ലി ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനും എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഓപ്പണായി ചർച്ച ചെയ്യാനും ഇവിടെ നമുക്ക് ഒരു കൗൺസിലർ ഫുൾ ടൈം ക്യാമ്പസിൽ അവൈലബിൾ ആണ്. യു ആർ ലക്കി ടു ബി ദാറ്റ്. അപ്പോൾ അതിനെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാനാണ് വിമൻസിൽ ശ്രമിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിരുന്നു. അതുപോലെ കമ്മ്യൂണിറ്റി ലിവിങ്, നമ്മൾ സെൽഫ് ഡിഫൻസ് ക്ലാസ്സുകൾ, അതുപോലെയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ഇനി എൻ്റെ ഒരു ഡ്രീമാണ് ഈ പറഞ്ഞതുപോലെ ഫാമിങ്ങിലേക്ക് തിരിയാന്നുള്ളത്. പുതിയ എഗെയിൻ പുതിയ താരങ്ങളുടെ കടന്നുവരവോടുകൂടി അതിനും നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ കുറച്ച് പരിപാടികളുടെ ഫോട്ടോസ് ആണ്. ഇനിയും കൂടുതൽ ഫോട്ടോസ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ടു കോളേജിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കടന്നു വരുന്ന പുതിയ കുട്ടികളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കം അപ്പ് വിത്ത് ഐഡിയാസ്, വി ക്യാൻ ടുഗദർ വർക്ക് ഇറ്റ് ഔട്ട്. നിങ്ങളുടെ എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാനായിട്ടുള്ള വേദികൾ ഉണ്ടാകും. ആ ഐഡിയാസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള കടമയോടുകൂടി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു നിർഭരതയോടുകൂടി നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും വർക്ക് ചെയ്യാൻ ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഞങ്ങളെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു. വിത്ത് ദിസ് ഐ എം വൈൻഡിങ് ഇൻ മൈ വേർഡ്സ്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ലിനറ്റ് റോസ്ലിൻ ആൻ്റണി. സേക്രഡ് ഹാർട്ട് കോളേജ് ഫോർ വിമൻ ചാലക്കുടിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് WWS എന്ന പ്രോഗ്രാമാണ്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ നേതൃത്വത്തിൽ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന സ്കീമിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് WWS. വോക്ക് വിത്ത് എ സ്കോളർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. 2014-15 അക്കാഡമിക് ഇയർ തുടങ്ങിയാണ് ഈ പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് കേരള ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ വിഷൻ ആൻഡ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. WWS പ്രോഗ്രാമിലേക്ക് സേക്രഡ് ഹാർട്ട് കോളേജ് ഫോർ വിമൻ ചാലക്കുടിയിലേക്ക് എല്ലാ നവാഗതരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. I am Dr. Molly John, Associate Professor, Department of Hindi. 2018 തുടങ്ങി എക്സാം ചീഫ് സൂപ്രണ്ടൻ്റായി ജോലി ചെയ്യുന്നു. ഇതാണ് എക്സാമിനേഷൻ സെൽ. എക്സാമിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മിസ് നോബിൾ പാലിയൻ, അഡീഷണൽ ചീഫ് സൂപ്രണ്ടൻറ്റ്, സിസ്റ്റർ സൗമ്യ, മിസ് ബിന്ദു, മിസ് ലില്ലി, ഇത്രയും പേരുടെ ഒരുമിച്ചുള്ള പരിശ്രമം കൊണ്ടാണ് എക്സാം സെല്ലിലെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഹോൾ ടിക്കറ്റിനെ കുറിച്ചാണ്. എക്സാം തുടങ്ങുന്നതിന് ഫസ്റ്റ് ഡേ എക്സാം തുടങ്ങുമ്പോൾ ഹോൾ ടിക്കറ്റ് എക്സാം സെല്ലിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഹോൾ ടിക്കറ്റ് ഈസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർ ദ എൻട്രി ടു ദ എക്സാം ഹോൾ. ഹോൾ ടിക്കറ്റ് ഈസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർ ദ എൻട്രി ടു ദ എക്സാം ഹോൾ. റിസൾട്ട് അറിയുന്നത് വരെ ഹോൾ ടിക്കറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെടുത്തി കളയരുത്. റിസൾട്ട് അറിയുന്നത് വരെ ഹോൾ ടിക്കറ്റ് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, എക്സാം ഫീസ് ഇൻറ്റിമേഷൻ കിട്ടുമ്പോൾ ആ കൃത്യസമയത്ത് തന്നെ അടയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഇൻറ്റേർണൽ എക്സാമും ഇൻറ്റേർണൽ മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ടിനെ
ഒരു പരിധിവരെ സഹായിക്കുന്നത് ഇൻറ്റേർണൽ മാർക്കാണ്. നല്ലൊരു മാർക്ക്, നല്ലൊരു റിസൾട്ട് ലഭിക്കുവാനായിട്ട് ഇൻറ്റേർണൽ മാർക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കോളേജിൽ എടുക്കുന്ന ഇൻറ്റേർണൽ എക്സാം വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് അതിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ നല്ല ഒരു റിസൾട്ട് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. അടുത്ത കാര്യം, ഇൻറ്റേർണൽ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്രകാരമായിരിക്കും. ഇൻറ്റേർണൽ 8 മാർക്സ്, സെമിനാർ 4 മാർക്സ്, അസൈൻമെൻറ്റ് 4 മാർക്സ്, അറ്റൻഡൻസ് 4 മാർക്സ്, അങ്ങനെ ടോട്ടൽ 20 മാർക്സ്. ഇപ്രകാരമാണ് ഇൻറ്റേർണൽ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അറ്റൻഡൻസിന് വളരെ പ്രാധാന്യമുണ്ട്. ചിലപ്പോഴൊക്കെ അറ്റൻഡൻസ് ഷോർട്ടേജ് കൊണ്ട് കണ്ടോണേഷൻ എടുക്കേണ്ട അവസ്ഥയൊക്കെ കുട്ടികൾക്ക് വരാറുണ്ട്. അങ്ങനെ കുറേ ദിവസം അധികം ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ തക്കതായ കാരണത്തോടുകൂടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. എക്സാം സെല്ലിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് ടീച്ചേഴ്സ് വഴി അറിയിക്കണം എന്ന് പ്രത്യേകം മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. Hello my dear students, my name is Fancy. I am the assistant professor in the Department of Physics, Sacred Heart College, Chalakudi. I am here to introduce you about Scholar Support Program SSP. It is one of the new initiatives in higher education implemented by the Department of Higher Education, Government of Kerala. This program aims to overcome academic weakness of students by imparting personalized additional support to them in particular areas of weakness. For the last 5 years, the selected students of our college have been actively participating and earning benefits through this program. So I am the coordinator for the last 2 years of this program. So hearty welcome to the Scholar Support Program of our college. This program provides internal mentoring of English course and 5 selected subjects in the first 4 semesters of degree programs by the selected faculties of our college. External mentoring is provided by trained faculties of ASAP allotted by the Department of Higher Education, Government of Kerala. The external sessions are helpful to improve general skills in English language. In addition to this, development of learning skills and personal growth is ensured through the sessions led by psychologists or counseling faculties. Our college is actively participating in this program for the last 5 years. This program helps to improve the self-confidence and self-esteem of the enrolled students to this program. So hearty welcome to all to SSP and have a fruitful academic year ahead. Thank you. എൻ്റെ പേര് മീനു ജേക്കബ്. ഞാൻ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപികയും അസാപ്പ് കോർഡിനേറ്ററുമാണ്. അസാപ്പ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ഇത് ഒരു ഗവൺമെൻറ് അധിഷ്ഠിത പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും IT മേഖലയിലെ അവരുടെ സാങ്കേതിക മികവും വർദ്ധിപ്പിച്ച് അവരെ ജോലിക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അസാപ്പ് തന്നെ ജോലി സാധ്യതകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 30 വിദ്യാർത്ഥിനികൾക്കാണ് ഈ കോഴ്സ് ഇവിടെ പഠിക്കുവാൻ അവസരം ലഭിക്കുക. ഇതിൽ ചേരുന്ന വിദ്യാർത്ഥിനികൾ SC, ST, OBC, OEC കാറ്റഗറിയോ അല്ലെങ്കിൽ BPL കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തികച്ചും ഈ കോഴ്സ് സൗജന്യമാണ്. അതേസമയം വിദ്യാർത്ഥിനികൾ ജനറൽ കാറ്റഗറിയും APL വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ ചെറിയൊരു സംഖ്യ ഫീസിനുമായി നൽകേണ്ടതുണ്ട്. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികളെ പരിശീലിപ്പിക്കുന്നതിനായി അസാപ്പ് തന്നെ ഒരു ട്രെയിനറെ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായും ഈ കോഴ്സിൽ പങ്കെടുക്കണം.